സ്വർണ്ണ വ്യാപാര മേഖലയിലെ കോമ്പൗണ്ടിംഗ് നികുതി സമ്പ്രദായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സ്വർണ്ണ വ്യാപാര രംഗത്തെ അധിക നികുതിയാണ് ഉള്ളതെന്ന് വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഏണസ്റ്റ് ആൻഡ് യങ് കൺസൾട്ടൻസി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സ്വർണ്ണ വ്യാപാര വളർച്ചയ്ക്ക് ആവശ്യമായ നയരൂപീകരണ സിമ്പോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവർ. സർക്കാരിന്റെ വരുമാന നഷ്ടം മാത്രം നോക്കിയാൽ സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ലെന്നാണ് സിമ്പോസിയം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞത്. ഭരണപ്രതിപക്ഷ പ്രതിനിധികളുമായി സംസാരിച്ച് വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണ്ണ വ്യാപാര മേഖലയിൽ വരുമാന നഷ്ടം ഗവൺമെന്റിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് സ്വർണ്ണ വ്യാപാരികളും സമ്മതിക്കുന്നില്ല. പക്ഷെ അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കേണ്ടതായിട്ടുള്ള സംഗതികൾ. അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായി ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശോധിക്കുന്നതാണ്. അധിക നികുതി സ്വർണ്ണ വ്യാപാരത്തെ ബാധിക്കുമെന്ന് വ്യവസായ മന്ത്രിയും പറഞ്ഞു. ഹൈ ടാക്സ് റേറ്റ്സ് നല്ലതല്ല. ചെറിയ ടാക്സ് റേറ്റ് വെച്ചാൽ ബിസിനസ് വളരും, വരുമാനം കൂടും എന്നുള്ളതാണ് ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ ഇത് സംബന്ധിച്ച് അനലൈസ് ചെയ്തപ്പോൾ മുഴുവൻ കണ്ടത്. അതേസമയം കോമ്പൗണ്ട് നികുതി വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് വൻകിട വ്യാപാരികളാണെന്ന് തോമസ് ഐസക് എം.എൽ.എ. പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിലെ വാറ്റ് നിരക്കിന് അനുസൃതമായി കേരളത്തിലും സ്വർണ്ണ വ്യാപാരത്തിന് ഏർപ്പെടുത്തിയ 5% നികുതി 1% കുറയ്ക്കുക, കോമ്പൗണ്ട് നികുതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയവയാണ് വ്യാപാരികൾ സിമ്പോസിയത്തിൽ ഉയർത്തിയ ആവശ്യങ്ങൾ. മീഡിയ 1 തിരുവനന്തപുരം.